الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ, ഇതര മത ആദർശത്തിൻ്റെ വക്താക്കളായി ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ജീവിതത്തിൻ്റെ ഏത് വിഷയങ്ങളിലും തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് നൽകപ്പെട്ടാൽ തികച്ചും ബുദ്ധിപരമായി, യുക്തിപരമായി അതിനെ വിനിയോഗിക്കുന്നവരാണ് നമ്മൾ. അങ്ങനെയുള്ള അവസരങ്ങൾ ഉപയോഗിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാന്മാർ. അവരാണ് തങ്ങളുടെ ജീവിതത്തിൽ യുക്തി ഉപയോഗിക്കുന്നവർ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തിരഞ്ഞെടുക്കുവാൻ അവസരം ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ മതം. നമ്മുടെ മോക്ഷത്തിൻ്റെ മാർഗമായി നമ്മൾ കണക്കാക്കുന്ന മതത്തെ തിരഞ്ഞെടുത്തതിൽ നമ്മുടെ ബുദ്ധിയും യുക്തിയും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടോ? നമ്മുടെ സാമാന്യ ബുദ്ധി നമ്മൾ അവിടെ വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൈമാറിയ ഇസ്ലാമാകുന്ന ഈ മതം, അത് തീർത്തും യുക്തിപരമാണെന്ന് നമുക്ക് തീർത്ത് പറയാവുന്ന നിരവധി കാരണങ്ങൾ നമുക്ക് നിരത്താൻ സാധിക്കും. ഈ മതം മുന്നോട്ട് വെക്കുന്ന ദൈവവിശ്വാസം, ആ ദൈവവിശ്വാസത്തിൽ ഈ മതം മുന്നോട്ട് വെക്കുന്ന ഏത് ആദർശങ്ങളിലും അതിൻ്റെ അടിസ്ഥാന ആദർശങ്ങൾ അത് തീർത്തും യുക്തിപരമാണ്, ബുദ്ധിപരമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. സഹോദരന്മാരെ, ഈ ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാന ആശയത്തിലും ആദർശത്തിലും നമുക്ക് ബുദ്ധിക്ക് നിരക്കാത്തതായി, അല്ലെങ്കിൽ സങ്കീർണതകൾ കൊണ്ട് നിറഞ്ഞ, മനസ്സിലാക്കാൻ സാധിക്കാത്തതായി ഒന്നുമില്ല. അത് തികച്ചും ലളിതവും അതുപോലെ എളുപ്പമുള്ളതുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്താണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ദൈവവിശ്വാസത്തിൻ്റെ പ്രസക്തി? അതിൻ്റെ പ്രത്യേകത എന്താണ്? സൃഷ്ടാവിനെ വിട്ട് നമ്മെപ്പോലെയുള്ള, അല്ലെങ്കിൽ നമ്മളെക്കാളും തരം താഴ്ന്ന സൃഷ്ടികളെ ആരാധിക്കേണ്ടി വരുന്ന അവസ്ഥ അത് ഇസ്ലാമിൽ ഇല്ല. അണ്ടകടാഹങ്ങളെ മുഴുവൻ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അത്യുന്നതനായ ദൈവം സൃഷ്ടികളിൽ അന്തർലീനമാണെന്ന, അല്ലെങ്കിൽ സൃഷ്ടികൾ തന്നെയാണ് ദൈവമെന്ന് പറയേണ്ടി വരുന്ന, അല്ലെങ്കിൽ ദൈവവും സൃഷ്ടാവും സൃഷ്ടികളും ഒന്നായി തീരുന്ന അവസ്ഥ അത് ഇസ്ലാമിനില്ല. കല്ലോ മണ്ണോ മരമോ കൊണ്ട് കൊത്തിയുണ്ടാക്കി രൂപകൽപ്പന ചെയ്യപ്പെടാൻ സാധിക്കുന്ന ഒരു ദൈവസങ്കല്പമല്ല ഇസ്ലാമിന് മുന്നോട്ട് വെക്കാനുള്ളത്. സർവജ്ഞനും സർവശക്തനും യുക്തിമാനും കാരുണ്യവാനും ആകണം നമ്മുടെ ദൈവമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ യുക്തി അത് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ദൈവത്തിന് ഈ പ്രത്യേകതകളുണ്ട്. ചിന്തിച്ചാൽ മനസ്സിലാകില്ല എന്ന് മതപണ്ഡിതന്മാർക്ക് തന്നെ മുദ്ര കുത്തേണ്ടി വരുന്ന ആശയം ഇസ്ലാമിൻ്റെ തൗഹീദിനില്ല. അതുപോലെ തന്നെ ഈ മതം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ, ലോകവീക്ഷണം, ഈ മതം മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യവും ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള മാർഗങ്ങളും നമ്മൾ വിശകലനം ചെയ്താൽ തീർത്തും യുക്തിപരമാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ആദ്യ പിതാവിൻ്റെ പാപത്തിൻ്റെ പേരിൽ മനുഷ്യകുലം മുഴുവൻ പാപികളായി തീരേണ്ട അവസ്ഥ ഇസ്ലാമിനൊരിക്കലുമില്ല. പാപമോചനത്തിനോ അല്ലെങ്കിൽ മോക്ഷത്തിനോ പൗരോഹിത്യത്തിൻ്റെയോ സ്ഥാനമാനങ്ങളുടെ ഒന്നും പിൻബലം ഈ മതത്തിൽ വേണ്ടതില്ല. ചെയ്തുപോയ തിന്മകൾ വെടിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി നിഷ്കളങ്കമായി തൻ്റെ രക്ഷിതാവിങ്കിലേക്ക് നല്ല രീതിയിൽ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താനുള്ള തീരുമാനത്തോടു കൂടി തിരിഞ്ഞു നടക്കുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമ്മുടെ പാപമോചനത്തിനും മോക്ഷത്തിനും അതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മാർഗം. സന്മാർഗം ആഗ്രഹിക്കുന്ന, തിന്മകളിൽ തിരിഞ്ഞു നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതിനേക്കാൾ സമാധാനം നൽകുന്ന, ഇതിനേക്കാളും നല്ല എന്ത് മാർഗമാണ് മറ്റുള്ളവർക്ക് മുന്നോട്ട് വെക്കാൻ സാധിക്കുക? അതുപോലെ ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന, ഈ ഐഹിക ലോകത്ത് അനുഭവിക്കുന്ന ഓരോ കഷ്ടതകളിലും പ്രയാസങ്ങളിലും നമ്മളതിൽ ശരിയായ രൂപത്തിൽ ക്ഷമിക്കുകയാണെങ്കിൽ പരലോകത്ത് അറ്റമില്ലാത്ത അനന്തമായ സ്വർഗലോകത്ത് അതിനുള്ള പ്രതിഫലങ്ങൾ ലഭിക്കുമെന്ന് വിശ്വസിക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏത് പ്രയാസത്തിലും എത്ര വലിയ മനസ്സമാധാനമാണ് ലഭിക്കുക. പരിപൂർണമായ നീതി പരലോകത്ത് നടപ്പിലാക്കപ്പെടുന്നു വിശ്വസിക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ മനസ്സ്, ആ ഒരു വിശ്വാസം എത്ര വലിയ മനോധൈര്യമാണ് അവർക്ക് കൈമാറുന്നത്. കൃപാലുവും കാരുണ്യവാനുമായ രക്ഷിതാവ് തൻ്റെ അടിമകൾക്ക് വിധിക്കുന്നത് എന്തും നന്മയായിരിക്കുമെന്ന്, ഏത് കഷ്ടതയിലും നമുക്കറിയാത്ത നന്മകൾ അവൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏത് പ്രയാസങ്ങൾ നേരിട്ടാലും നിഷ്പ്രയാസം അവനത് തരണം ചെയ്യാൻ സാധിക്കും. ഏത് അസന്നിഗ്ധ ഘട്ടങ്ങളിലും കൈ നീട്ടി പ്രാർത്ഥിച്ചാൽ ഉത്തരം ചെയ്യാതെ നമ്മുടെ കൈകൾ മടക്കുകയില്ല എന്ന് വാഗ്ദാനം ചെയ്ത രക്ഷിതാവുണ്ടെന്ന് വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലും അവർക്ക് പേടിക്കാനില്ല. എല്ലാവരും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. ഒരാളും ജന്മം കൊണ്ട് പുണ്യവാനോ അധമനോ ആയിത്തീരുന്നില്ല. വർഗവർണ്ണ വൈജാത്യങ്ങൾക്കപ്പുറം വിശ്വാസവും സൂക്ഷ്മതാബോധവുമാണ് ഓരോരുത്തരുടെയും സൃഷ്ടാവിലെ സ്ഥാനത്തെ നിശ്ചയിക്കുന്നത് എന്ന് പറയുമ്പോൾ നന്മ ആഗ്രഹിക്കുന്ന, നീതി ആഗ്രഹിക്കുന്ന ഏത് ഹൃദയത്തിനും എത്ര യുക്തിപരമാണ് ഈ ആശയം.
സഹോദരന്മാരെ, മതത്തിൻ്റെ ഒരു നിയമവും, ഈ ഇസ്ലാം മതത്തിൻ്റെ ഒരു നിയമവും വെറുതെ ജനങ്ങളെ കഷ്ടപ്പെടുത്തുവാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല. അതുപോലെ തന്നെ ദോഷങ്ങളെ കുറക്കുവാൻ, നമ്മുടെ ഇഹപര ജീവിതത്തിലെ ദോഷങ്ങളെ കുറക്കുവാനും ഇല്ലായ്മ ചെയ്യുവാനും, നമ്മുടെ ശാശ്വതമായ ഇഹലോകത്തെയും പരലോകത്തെയും നന്മകൾ അത് നേടിയെടുക്കുവാനും വേണ്ടിയാണ് ഇസ്ലാമിലെ സകല നിയമങ്ങളും ആവിഷ്കൃതമായിട്ടുള്ളത്. മനുഷ്യരുടെ മതവും ജീവനും ബുദ്ധിയും സമ്പത്തും വംശപരമ്പരയും സംരക്ഷിക്കുവാനാണ് ഇസ്ലാമിലെ മുഴുവൻ നിയമങ്ങളും. ഇസ്ലാം ഏതൊരു നിയമം മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിലും അതിന് കൃത്യമായ കാരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഇല്ലത്തെന്ന് വിശേഷിപ്പിക്കുന്ന ആ കാരണങ്ങൾ, അതുണ്ടാകുന്ന ഏത് വിഷയങ്ങൾക്കും ആ വിധി ബാധകമാകുന്നു. എന്നാൽ ആ കാരണങ്ങളെ തിരസ്കരിച്ചുകൊണ്ട് ആ വിധിയെ അനുസരിക്കാതിരുന്നാൽ സമൂഹത്തിൽ ഉണ്ടാകാനിടയുള്ള ദൂഷ്യഫലങ്ങളെ ഇസ്ലാം ആദ്യമേ പ്രവചിക്കുന്നു. അതനുസരിച്ച് ആ നിയമമനുസരിച്ച് മുന്നോട്ട് പോയാൽ സമൂഹത്തിൽ അതുകൊണ്ട് ഉണ്ടാകാൻ സാധിക്കുന്ന ഗുണഫലങ്ങളെയും ഇസ്ലാം ആദ്യമേ അത് പ്രവചിക്കുകയും ചെയ്യുന്നു. സഹോദരന്മാരെ, ഈ മതം മുന്നോട്ട് വെച്ച ആശയങ്ങൾ നമ്മൾ പരിശോധിച്ചു നോക്കൂ. ഈ മതം മുന്നോട്ട് വെച്ച ഓരോ ആശയങ്ങളും, ഒന്നാമതായി നമുക്ക് ഒരു ഉദാഹരണമായി നമുക്ക് എടുക്കാവുന്നതാണ് ലഹരിയുടെ ഉപയോഗത്തെ ഇസ്ലാം വിലക്കി. ഇസ്ലാം അതിന് വ്യക്തമായി കണ്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? സകല തിന്മകളിലേക്കും ലഹരി നയിക്കും, അത് ബുദ്ധിക്ക് മറയിടും, ശത്രുതയും വിദ്വേഷവും വളർത്തുമെന്ന് ഇസ്ലാം പറഞ്ഞപ്പോൾ, സഹോദരന്മാരെ, ഇന്ന് സമൂഹങ്ങളിൽ വാഹനം ഓടിച്ചുകൊണ്ടുള്ള റോഡ് അപകടങ്ങളിൽ വലിയൊരു പങ്ക് അതിൻ്റെ കാരണമായി നമുക്ക് കാണുന്നത് ലഹരിയുടെ ഉപയോഗമാണ്. ഗാർഹിക പീഡനങ്ങളിൽ വലിയ ഒരു ശതമാനം അതിൻ്റെ പങ്ക് നിർവഹിക്കുന്നത് ലഹരിയുടെ ഉപയോഗമാണ്. അക്രമങ്ങൾ, സമൂഹത്തിൽ ഉണ്ടാകുന്ന അക്രമങ്ങളുടെ വലിയൊരു പങ്ക് ലഹരിക്കാണ് ഉള്ളത്. എങ്കിൽ ഈ മതം ദൈവികമല്ലെങ്കിൽ, ഈ മതം യുക്തിപരമല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത്ര കൃത്യമായി ഈ മതത്തിൻ്റെ നിയമങ്ങൾ ഇത്ര കൃത്യവും വ്യക്തവുമായി അതിൻ്റെ ദൂഷ്യഫലങ്ങളും, അത് പറയുന്ന ദൂഷ്യഫലങ്ങളും സൽഫലങ്ങളും അതുപോലെ നമ്മൾ സമൂഹത്തിന് മുമ്പിൽ കാണുന്നത്? അത് പിന്നെ എന്തുകൊണ്ടാണ്? മനുഷ്യരുടെ ന്യായമായ ചോദ്യങ്ങളെ ഈ മതം അഡ്രസ്സ് ചെയ്യുന്നു. ചോദ്യങ്ങളെയും ചർച്ചയെയും ഭയക്കുന്ന മതമല്ല ഇസ്ലാം. ഏറ്റവും അധികം ലോകത്ത് ചോദ്യം ചെയ്യപ്പെടുകയും തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ, ഏറ്റവും അധികം തീവ്രവാദ ചാപ്പ കുത്തപ്പെടുമ്പോൾ, ആരോപണങ്ങൾക്ക് വിധേയമാകുമ്പോഴും ഇന്ന് ലോകത്ത് ഏറ്റവും അധികം വളരുന്ന മതം ഇസ്ലാമാണെങ്കിൽ അത് ദൈവിക മതമല്ലെങ്കിൽ, യുക്തിപരമായ ദർശനമല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അങ്ങനെ വളരാൻ സാധിക്കുന്നത്? ജീവിതത്തിൻ്റെ വൈയക്തികവും സാമൂഹികവുമായ സർവ്വ മേഖലകളിലും ഇസ്ലാമിന് കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. മറ്റു പല മതങ്ങൾ, നമ്മുടെ സമൂഹത്തിലുള്ള പല മതങ്ങൾ എടുത്ത് പരിശോധിച്ചാലും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലെയും സ്പർശിക്കുന്ന മതനിയമങ്ങൾ ഇതിന് മുന്നോട്ട് വെക്കാനില്ല. ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം അതിന് നിർദ്ദേശിക്കാനില്ല. ഇസ്ലാമിനാകട്ടെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും അതിനുള്ള മാർഗദർശനങ്ങൾ, അതിനുള്ള പരിഹാരങ്ങൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നു. അവിടെ കൃത്യമായ നിയമനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നു എന്ന് മാത്രമല്ല, അത്ര കൃത്യമായി, അത്ര സ്പഷ്ടമായ നിയമങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു സന്ദർഭത്തിലും സാഹചര്യത്തിലും അഡാപ്റ്റബിൾ അല്ലാതെ, അല്ലെങ്കിൽ ആ സാഹചര്യത്തിന് അനുയോജ്യമല്ലാത്ത മതമായി ഇസ്ലാം മാറുന്നില്ല. ഏത് സാഹചര്യത്തിലേക്കും സന്ദർഭത്തിലേക്കും അനുയോജ്യമായ മതമാകുന്നതിൻ്റെ കൂടെ തന്നെ എല്ലാ സന്ദർഭത്തിലും കൃത്യമായ മതനിയമങ്ങൾ, കൃത്യമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാനുള്ള മതമായി ഇസ്ലാം നിലനിൽക്കുന്നുണ്ടെങ്കിൽ, സഹോദരന്മാരെ, ഇസ്ലാമിൻ്റെ ദൈവികതയല്ലാതെ, ഇസ്ലാമിൻ്റെ യുക്തിദീക്ഷതയല്ലാതെ മറ്റെന്തിനെയാണ് അതറിയിക്കുന്നത്? അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ഇസ്ലാമിനെ നമ്മൾ മനസ്സിലാക്കുക, അതിൻ്റെ വക്താക്കളാവുക, അത് ഉൾക്കൊള്ളുക, അത് നമ്മുടെ സഹോദരങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.